നമസ്കാരം. ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വിദ്യാർത്ഥി എല്ലാ മേഖലകളിലും എങ്ങനെ വിജയിക്കാം എന്നതാണ്. ഇതൊരു ചെറിയ വിഷയമല്ല, എന്നാൽ മനസ്സിലാക്കിയാൽ ജീവിതം മുഴുവൻ മാറ്റം വരുത്തുന്ന വിഷയമാണ്. വിജയം എന്നത് എന്താണെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം? വിജയത്തിൻ്റെ വ്യാഖ്യാനം ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചിലർക്കത് മാർക്കാണ്, ചിലർക്കത് നല്ല കൂട്ടുകാരാണ്, ചിലർക്കത് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുക എന്നാണ്. എന്നാൽ യഥാർത്ഥ വിജയം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വിജയം = സന്തോഷം പ്ലസ് പുരോഗതി പ്ലസ് തൃപ്തി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പോൾ വിജയിയായതായി തോന്നുന്നുണ്ടോ? നമുക്കെല്ലായിടത്തും വിജയിക്കാൻ ഒരു 6 സുതാര്യ വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമതായി അക്കാഡമിക് വിജയം. ആദ്യം വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്യം നിശ്ചയിക്കുക. ഓരോ വിഷയത്തിനും എത്ര മാർക്ക് വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശം. രണ്ടാമത് പഠനരീതി മാറ്റുക. ആക്റ്റീവ് ലേണിംഗ്, മൈൻഡ് മാപ്സ്, റിവിഷൻ. നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കാരണവും ഉപയോഗവും മനസ്സിലാക്കുക. ധൈര്യമുള്ളവനാവുക പരീക്ഷയെ നേരിടാൻ. അതാണ് വിജയിച്ച കുട്ടികളുടെ പഠനശൈലി. രണ്ടാമത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ മാനസികാവസ്ഥയും ആത്മവിശ്വാസവുമാണ്. മെൻ്റൽ ഹെൽത്ത് ആൻഡ് കോൺഫിഡൻസ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ശക്തി. ധനാത്മക ചിന്തയും ആത്മവിശ്വാസവും നമ്മൾ വളർത്തണം. അഫർമേഷനുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് കഴിയും, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ നല്ല രീതിയിൽ പാസ്സാകുമെന്ന് 100% ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നുള്ള അഫർമേഷനുകൾ യൂസ് ചെയ്യുക. ജേർണലിംഗ്, മൈൻഡ് റീപ്രോഗ്രാമിംഗ്, മെഡിറ്റേഷൻ എന്നിവ നമ്മുടെ പ്രാവർത്തികമാക്കുക. മൂന്നാമതായി സാമൂഹിക ജീവിതവും നല്ല ബന്ധങ്ങളും. സോഷ്യൽ ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക, നമുക്ക് ഉന്മേഷം നൽകുന്നവരെ. മാതാപിതാക്കളുമായി ഓപ്പണായി സംസാരിക്കുക. സഹായം തേടാൻ പേടിക്കേണ്ട, ടീച്ചർമാരും മാർഗദർശകരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അടുത്തതായി ഫിസിക്കൽ ഹെൽത്ത്. ശരീരസൗഖ്യം വിജയത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും അടിസ്ഥാനമാണ്. യോഗ, വ്യായാമം, നല്ല ഉറക്കം, ആരോഗ്യകരമായ ഭക്ഷണം. സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആവാതെ എനർജറ്റിക്കായി തുടരുക. അടുത്തതായി സമയം മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ്. 24 മണിക്കൂർ നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിനൊരു സ്റ്റഡി പ്ലാനൊക്കെ സെറ്റ് ചെയ്യുക. അടുത്ത നിങ്ങളുടെ വിഷൻ ആൻഡ് കരിയർ ഫോക്കസ്. നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പാഷൻ നിങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക. നിങ്ങൾ ഒരാളെ റോൾ മോഡൽ ആക്കുക. നിങ്ങൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽസൊക്കെ ബിൽഡപ്പ് ചെയ്യുക. താങ്ക് യു.